കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. ചിലപ്പോൾ അമ്പാടിയിലെ ഓരോ ഭാവങ്ങളാവും, ഓരോരോ വേഷത്തിലാവും. എന്തായാലും ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടാണ്, ഭക്തർക്ക് സന്തോഷം നൽകാനായിട്ടാണ് ഗുരുവായൂരപ്പൻ അങ്ങനെ രൂപങ്ങളെടുത്തിങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നിൽക്കുകയാണ്. നമ്മളെ എല്ലാ സങ്കടങ്ങളും മായ്ച്ചു തരാനായിട്ട് ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ആ മുന്നിലെത്തിയാൽ ആ തിരുമുഖം കാണാനുള്ള ആ ഒരു സൗഭാഗ്യം ആ തരുന്നത് പോലെ തന്നെയാണ് നമ്മളെ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സ് അവിടെ എത്തിയിട്ട് ആ തിരുമുമ്പിൽ വന്ന് ആ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നതായിട്ടുള്ള ആ ഒരു കാഴ്ചയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴുത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവിടുന്ന് വരുമ്പോൾ ആനന്ദശയനവും കാണാം, അതിൻ്റെ ആ സൈഡിലുള്ള ചെറിയൊരു വിഗ്രഹം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള അഭയഹസ്തവുമായിട്ടുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം, നാരായണീയം എഴുതാനൊക്കെ ഇരുന്നിരുന്ന ആ പീഠമാണ്. അതേപോലെ ആ കെടാവിളക്കും ഒക്കെ കാണാം. അത് കഴിഞ്ഞ് വലതേ ഭാഗത്ത് ആ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം. എന്താ വെച്ചാൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിൽ നെയ്യൊഴിച്ചിങ്ങനെ ആ നെയ്ദീപത്തിൻ്റെ ആ പ്രകാശമാണ്. പിന്നെ ഭഗവാന്റെ മേലൊക്കെ ഉള്ള സ്വർണത്തിൻ്റെ ആഭരണങ്ങളിലൊക്കെ തിളക്കാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആദ്യം തന്നെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ട് കോണകം അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ അരയിൽ അരമണിയുണ്ട്. കിങ്ങിണിയുടെ നൂല് ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാറാത്ത് ഒരു മാങ്ങാമാല, അതേപോലെ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കാല് എങ്ങനെ വെച്ചാൽ പിണച്ചു വെച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ 2 കൈ കൊണ്ടും ആ പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ച് ചുണ്ടോട് ചേർത്ത് ആ വേണുഗാനം പൊഴിക്കുകയാണ്. അതാണ് ഇന്നിപ്പോഴത്തെ മുരളീധര സ്വരൂപത്തിലാണ് വേണുഗോപാലനായിട്ട് ഇങ്ങനെ വേണുനാദം പൊഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആ നാദം കേൾക്കാവുന്നതാണ്. നമ്മളെല്ലാവരും സന്തോഷിപ്പിക്കാനായിട്ട് എത്രയൊക്കെ സങ്കടം ഉണ്ടെങ്കിലും ആ സങ്കടമൊക്കെ ഞാൻ ഈ ഗാനത്തിലൂടെ അങ്ങോട്ട് അലിയിച്ച് കളയാമെന്നാണ് പറയുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ. അപ്പോൾ നമ്മളങ്ങനെ കാണുന്ന കാഴ്ചയാണ്. പിന്നെ നോക്കുമ്പോൾ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ചുണ്ടിൽ വായിക്കുകയാണെങ്കിലും ആ പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാ വിഷമങ്ങളും തീരും. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടി മാല ഉണ്ട്. അതേപോലെ തന്നെ 2 ഉണ്ടമാലയും, ഒന്ന് താമരമാല ഉണ്ട്. അതേപോലെ ഒന്ന് തെച്ചിയും തുളസിയും കൂടിയുള്ള മാലയുണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 തുളസി മാലകളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ല രസമായിട്ടുള്ള എന്താ പറയുക, സിമ്പിൾ ആൻഡ് എനർജറ്റിക്കായിട്ട് അങ്ങനെ നമ്മളെല്ലാവരും സന്തോഷിപ്പിച്ച് നിൽക്കുകയാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ മനസ്സുകൊണ്ട്. എല്ലാവരുടെയും മനസ്സ് ഇവിടെ എത്തിയാൽ മതി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ പുതിയ ഓൺലൈൻ സംവിധാനമൊക്കെ വരുന്നുണ്ട്. അടുത്ത് തന്നെ വെർച്വൽ ക്യൂ പോലെ വരുന്നു ഒക്കെ പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റാഫുകൾക്ക് പഞ്ചിങ് മെഷീൻ, അതായത് അകത്തേക്കും പുറത്തേക്കൊക്കെ വരുന്നതിൻ്റെ സമയക്രമം, ഇപ്പോൾ എല്ലാതും ഒരു അടുക്കും ചിട്ടയൊക്കെ വരുന്നു എന്നാണ്. പിന്നെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങനെ ഭഗവാനെ കണ്ട് ദർശിച്ച് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലൊന്ന് നോക്കാം. അതേപോലെ തിടപ്പള്ളി കണ്ട് തൊഴാം. പിന്നെ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അതിനുശേഷം ഗണേശനെ കണ്ട് തൊഴാനായിട്ട് വരാം. ഗണേശൻ്റെ അടുത്ത് എത്തുമ്പോൾ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. മുഖത്തൊക്കെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്.
കിരീടം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വീണ്ടും നമ്മളങ്ങനെ വന്ന് നോക്കുമ്പോൾ കോർണറിലുള്ള ചെറിയ ഗണേശനെ കാണാം. ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹ വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിരി അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. പിന്നീട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷമൊക്കെ കാണാം. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെയും ധാരാളം പൂമാലകളുണ്ട്. പിന്നെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ടിട്ട് നേരെ ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അത് കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ അതിന് തൊട്ട് താഴെയിട്ട് ആ ചിത്രം കാണാം, ഭീഷ്മരുടെ ശരശയ്യയും സഹസ്രനാമം ചെല്ലുന്നതൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമീനെ കാണാം. അവിടെ എത്തുമ്പോൾ നിറയെ പൂക്കളുണ്ട്, 4 മാലകൾ ധാരാളമുണ്ട്, ലിഖിതമാലയൊക്കെ ഉണ്ട്. അതേപോലെ ധാരാളം കുങ്കുമമുണ്ട്. നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെയും അതേപോലെ മണിക്കിണറും നൃത്തറയും ഒക്കെ കണ്ട് കടാവളക്കൊക്കെ കണ്ട് തൊഴുത് കൊടിമരവും കണ്ട് തൊഴുത് അങ്ങനെ അടുത്ത അറയിലെത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ പുറത്തേക്ക് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാം, അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെയും ഗോളക തന്നെയാണ്, പട്ടന്നെയാണ്, ചുവന്ന പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന കോർണറിലെത്തിയാലേ മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അങ്ങനെ അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കാല് പിണച്ച് വെച്ച് നിൽക്കുന്ന വേണുഗാനം പൊഴിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലെത്തി തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയും കണ്ട് വന്ന് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലെത്തിയിട്ട് വീണ്ടും ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലത്തെ വേണുഗോപാലിനെ കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലത്തെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്ത് നാരായണാലയത്തിലെത്തിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് പിന്നെ തെക്കേ നടയിലെത്തി ആ കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്ത് മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.